കൊച്ചി കാക്കനാട് 20 വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. KMM കോളേജിലെ NCC ക്യാമ്പിൽ പങ്കെടുത്ത സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. വിദ്യാർത്ഥികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി കെവിൻ കെന്നഡിയാണ് ചേരുന്നത്. കെവിൻ, ഇവർ എവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്? അവരുടെയൊക്കെ ആരോഗ്യനില ഏത് രീതിയിലാണ്? സ്വാതി, കാക്കനാട് KMM കോളേജിലുണ്ടായിരുന്ന NCC ക്യാമ്പിലുണ്ടായിരുന്ന 20 ശേഷം 50ഓളം 70ഓളം കുട്ടികളെ നിലവിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടുണ്ട്. ഈ NCCയുടെ തന്നെ പല വാഹനങ്ങളിലായിട്ടാണ് ഭക്ഷ്യവിഷബാധ ഏറ്റതിനു ശേഷം മെഡിക്കൽ കോളേജിൽ എത്തിച്ചേക്കുന്നത്. ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഏറ്റതെന്നാണ് സൂചന. അതായത് കിണറ്റിൽ നിന്ന് ഭക്ഷണത്തിനായി ഉപയോഗിച്ച വെള്ളത്തിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്. അതായത് ഡിസംബർ 20 തൊട്ട് 29 വരെ ജില്ലയിൽ നടക്കുന്ന NCC ക്യാമ്പാണ്. ജില്ലയിലെ പല മേഖലകളിൽ നിന്ന്, പല സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ, കോളേജുകളിൽ നിന്ന് ഉൾപ്പെടെയുള്ള കുട്ടികൾ എത്തിയിരുന്നു. 9, 10, +1, +2, ഡിഗ്രി 1ാം വർഷം, 2ാം വർഷം എന്നീ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്. നമുക്കിപ്പോൾ അവസാനമായി ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്ന വിവരം 70ഓളം കുട്ടികളെ ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ ഏറ്റിനകത്തേക്ക് എത്തിച്ചിരിക്കുന്നു എന്നാണ്. നിലവിൽ എല്ലാവരുടെയും നില തൃപ്തികരമെന്നാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് വൃത്തങ്ങൾ പറയുന്നത്. കൃത്യമായി ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ളൊരു ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നത്. ഇപ്പോൾ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. ഏതായാലും പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ KMM കോളേജിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഉൾപ്പെടെ നടന്നു വരുന്നൊരു സാഹചര്യമാണുള്ളത്. സ്വാതി. ശരി കെവിൻ.